പുതിയ സർക്കാർ അധികാരമേറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടും വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കാനായിട്ടില്ല. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൈമാറുന്നതും മന്ത്രിസഭയിലെ മുതിർന്ന അംഗം AP അനിൽകുമാറിന് കാര്യമായ വകുപ്പുകൾ ലഭിക്കാത്തതുമാണ് തർക്കവിഷയം. സാമൂഹികനീതി വകുപ്പില്ലാതെ തദ്ദേശ വകുപ്പ് വേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. അതിനിടെ ഫിഷറീസ് വകുപ്പ് CP ജോണിനോ ഷിബു ബേബി ജോണിനോ നൽകണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനമിറക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ അധികാരമേറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടും വകുപ്പ് വിഭജനം പൂർത്തിയാക്കാനായിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത മുസ്ലിം ലീഗ് പകരം ഫിഷറീസ് വകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത ശേഷമാണ് ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്ന് എതിർപ്പുയർന്നത്. ഫിഷറീസ് വകുപ്പ് CP ജോണിനോ ഷിബു ബേബി ജോണിനോ നൽകണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. ഒരു നടക്കമില്ല. ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വന്നാൽ മതി, ധാരാളം. അതൊക്കെ ഇന്ന് വൈകുന്നേരം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ സംശയവും തീരും. ഫിഷറീസിന് പിന്നാലെ സാമൂഹ്യനീതി വകുപ്പിനെ ചൊല്ലിയും തർക്കം നിലനിൽക്കുന്നു. സാമൂഹ്യനീതി വകുപ്പില്ലാതെ തദ്ദേശ വകുപ്പ് വേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. മന്ത്രിസഭയിലെ സീനിയർ മന്ത്രിയായ AP അനിൽകുമാറിന് പ്രധാന വകുപ്പ് നൽകാത്തതിലും പ്രശ്നമുണ്ട്. വൈദ്യുതി, പാർലമെന്ററി കാര്യം, സ്പോർട്സ് വകുപ്പുകളാണ് മൂന്നാം തവണ മന്ത്രിയാകുന്ന AP അനിൽകുമാറിനായി നീക്കിവച്ചിട്ടുള്ളത്. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കൈവശം വെച്ചിരിക്കുന്നതിൽ KC വേണുഗോപാൽ പക്ഷത്തിന് എതിർപ്പുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.